റൂമുകളിൽ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെയും മഹാസഖ്യം നൽകിയിരിക്കുന്നത്. അവിടെ വോട്ട് ചോരിക്ക് പുറമെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലൊക്കെ കൃത്രിമത്വം കാണിക്കുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങൾ മഹാഗഡ്ബന്ധൻ ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ചില സ്ട്രോങ് റൂമുകളിൽ കരണ്ട് പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. അതുകൊണ്ട് RJD നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇന്നലെ തന്നെ പാർട്ടി അണികൾക്ക് നൽകിയതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമത്വം കാണിക്കാൻ പോവുകയാണ് BJP എന്നൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ള കാര്യം ഇന്ന് രാവിലെയും നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത് മഹാഗഡ്ബന്ധൻ നേതാക്കളാണ്. വോട്ട് അട്ടിമറികൾ നടക്കും എന്നുള്ള പ്രചാരണം അതിശക്തമായിട്ട് തന്നെ മഹാഗഡ്ബന്ധൻ നടത്തുന്നുണ്ട്. എന്തായാലും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുക്കാൻ. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണുന്നു, അതിനുശേഷമായിരിക്കും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണാൻ എടുക്കുക. അപ്പോൾ ആദ്യ സൂചനകൾ കിട്ടിത്തുടങ്ങും. ഏത് രീതിയിലേക്കാണ് ബീഹാർ ചിന്തിക്കാൻ പോകുന്നത്? അത് വികസിത ബീഹാർ എന്നുള്ള മുദ്രാവാക്യം വിജയിക്കുമോ, അതോ മാറ്റത്തിന് വോട്ട് ചെയ്യണം ബീഹാർ എന്നുള്ള മഹാഗഡ്ബന്ധന്റെ മുദ്രാവാക്യം വിജയിക്കുമോ എന്നുള്ളതാണ്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ, ഇത് ബീഹാറിൽ വോട്ടെണ്ണൽ സാധാരണ കുറച്ച് വൈകാറുണ്ട്. സൂചനകൾ കിട്ടിയതിനു ശേഷം ആരാണ് അധികാരത്തിലേക്ക് എന്നറിയുന്നതിന് വേണ്ടി. ഇത്തവണയും ആ രീതിയിലായിരിക്കുമോ? തുടക്ക സമയത്ത് കുറച്ച് മന്ദഗതിയിലാകുമോ? എങ്ങനെയാണ്? മഞ്ജുഷ, മഹാഗഡ്ബന്ധൻ വളരെ സ്ട്രിക്റ്റായ നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ട് എണ്ണിയ ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ വോട്ടുകൾ എണ്ണിയാൽ മതി എന്ന നിലപാടിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമടക്കം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ചതിനെ സംബന്ധിച്ചൊക്കെ ഗുരുതരമായ ചില ആരോപണങ്ങളും പരാതികളുമൊക്കെ മഹാഗഡ്ബന്ധൻ്റെ ഭാഗത്തു നിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ ആയിരിക്കില്ല എക്സാറ്റ് പോൾ ഫലങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരവും അടക്കം നിൽക്കുന്നത്. ഇന്നലെ മഹാഗഡ്ബന്ധൻ്റെ പ്രത്യേക യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിലെ വിലയിരുത്തലും വ്യക്തമായ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയും എന്നത് തന്നെയാണ്. ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇന്നലെ രാത്രി മുഴുവൻ RJDയുടെ പ്രവർത്തകർ എവിടേക്കാണോ ഈ ബാലറ്റ് ബോക്സുകൾ സൂക്ഷിച്ചിരുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം കാവൽ ഏർപ്പെടുത്തുന്ന അവസ്ഥയടക്കമുണ്ടായിരുന്നു. മൊബൈൽ ക്യാമറകളുമായി അവർ കാവൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. മഹാഗഡ്ബന്ധനെ സംബന്ധിച്ച് അത്തരമൊരു ആശങ്ക അതിശക്തമായി തന്നെ മുന്നോട്ടുണ്ട്. നേരത്തെ തന്നെ അവർ ആ ആശങ്ക പരസ്യമായി പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇലക്ഷൻ കമ്മീഷനും ഒരു പരിധിവരെ മുഖ്യ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണത്തിൽ അല്ലെങ്കിൽ അത്തരം പരാതികളിൽ പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. ആദ്യം പോസ്റ്റൽ വോട്ട് എണ്ണുക, പോസ്റ്റൽ വോട്ട് എണ്ണുന്നതിന് ശേഷം മാത്രം ഇലക്ട്രോണിക്സ് വോട്ടിംഗ് ബാലറ്റ് എണ്ണുക എന്നുള്ള രീതിയിലേക്ക് മാറാനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ഭാഗത്ത് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വോട്ടെണ്ണലും ആരംഭിക്കുക എന്നുള്ളതാണ് സാധാരണ രീതി. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പോസ്റ്റൽ വോട്ടിന് ശേഷമാണ് വരുന്നതെങ്കിൽ ഏകദേശം 3/4 മണിക്കൂർ 1 മണിക്കൂറിന് ശേഷം മാത്രമേ പോസ്റ്റൽ വോട്ട് കഴിഞ്ഞുള്ള ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വേഗത്തിൽ വരുന്ന റിസൾട്ടുകൾ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അറിയാം. വോട്ടെണ്ണൽ എന്തായാലും എല്ലായിടത്തും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബീഹാറിന്റെ തുടക്ക സമയത്തെ വോട്ടെണ്ണൽ ചിത്രം. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർന്നതിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണാനെടുത്താൽ മതി എന്ന് മഹാഗഡ്ബന്ധൻ പറയുന്നത് അട്ടിമറി ഉണ്ടാകും എന്നുള്ള സംശയത്തിലാണ്. മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇത്തവണ അതുണ്ടാകരുത് എന്ന രീതിയിൽ തന്നെയാണ് മഹാഗഡ്ബന്ധന്റെ പോക്ക്. അതുകൊണ്ട് തന്നെയാണ് സ്ട്രോങ് റൂമുകൾക്ക് കാവൽ ഏർപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നലെ തന്നെ പാർട്ടി അണികൾക്ക് അവർ നൽകിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേതാക്കൾക്ക് ആത്മവിശ്വാസത്തിൽ